അദ്ധ്യായം 16, 17. ഈ 2 അദ്ധ്യായങ്ങൾ ക്ഷണനേരം കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ബാബയെ സമീപിച്ച ഒരു ധനികന്റെ കഥയെ സംബന്ധിച്ചവയാണ്. കഴിഞ്ഞ അദ്ധ്യായത്തിൽ എപ്രകാരം ചോൾക്കാരിൻ്റെ ചെറിയ നൈവേദ്യം അംഗീകരിച്ചുവെന്ന് പറഞ്ഞുവല്ലോ. പ്രേമത്തോടും ഭക്തിയോടും കൂടി കൊടുക്കുന്ന എത്ര ചെറിയ നൈവേദ്യവും ബാബ സ്വീകരിക്കും എന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്നാൽ ഗർവോടും ധിക്കാരത്തോടും കൂടി കൊടുക്കുന്നതെന്തും ബാബ നിഷേധിക്കും. സദാ സച്ചിത് ആനന്ദനായിരിക്കുന്ന ബാബ പുറം പൂച്ചുകളും ചടങ്ങുകളും തീരെ വില വെച്ചില്ല. വിനയത്തോടു കൂടി കൊടുക്കുന്നതെന്തും സ്വീകരിക്കും. സദ്ഗുരു സായി ബാബ മാതിരി കരുണാമൂർത്തിയായി മറ്റൊരാളില്ല. ചിന്താമണിയും കൽപ്പവൃക്ഷവും കാമധേനുവും ഒന്നും അദ്ദേഹത്തിന് സമമല്ല. കാരണം അവ നാം ആവശ്യപ്പെടുന്നത് തരികയുള്ളൂ. സദ്ഗുരു നാം ആവശ്യപ്പെടാത്ത സദ്ഗതിയും സത്യവും നമുക്ക് തരുന്നു. എപ്രകാരം ബാബ പെട്ടെന്ന് ബ്രഹ്മജ്ഞാനം കിട്ടാൻ ആവശ്യപ്പെട്ട ഒരു പണക്കാരനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കുക. വളരെ ധനികനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരും നാടും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് ഭൂമിയും കെട്ടിടങ്ങളും പരിചാരകന്മാരും അയാൾക്കുണ്ടായിരുന്നു. ബാബയെപ്പറ്റി കേട്ടപ്പോൾ അയാൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്കെല്ലാം സമൃദ്ധിയായുണ്ട്. അതുകൊണ്ട് ബാബയോട് ബ്രഹ്മജ്ഞാനം ആവശ്യപ്പെട്ട് കളയാം. അതും കൂടിയായാൽ സന്തോഷം പൂർണ്ണമായല്ലോ. സുഹൃത്ത് അയാളോട് ബ്രഹ്മജ്ഞാനം എളുപ്പം കിട്ടില്ലെന്നും അയാളെപ്പോലെ ധനം, പത്നി എന്നിവയിൽ അത്യന്താസക്തിയുള്ള ഒരാൾക്ക് ഒട്ടും കഴിയില്ലെന്നും പറഞ്ഞ് മുടക്കാൻ നോക്കി. ഒരു പൈസ ധർമ്മം ചെയ്യാത്ത അയാൾക്ക് ബ്രഹ്മജ്ഞാനം സാധ്യമല്ലെന്നും പറഞ്ഞുകൊടുത്തു. സ്നേഹിതന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അയാൾ ടോങ്ക പിടിച്ച് ഷിർദിയിലേക്ക് വന്നു. അയാൾ മസ്ജിദിൽ പോയി ബാബയുടെ കാൽക്കൽ നമസ്കരിച്ച് പറഞ്ഞു, ബാബ, അവിടുന്ന് എല്ലാവർക്കും ക്ഷണത്തിൽ ബ്രഹ്മനെ കാണിച്ചു കൊടുക്കുമെന്ന് കേട്ടാണ് ഞാൻ ദൂരത്തു നിന്നും വരുന്നത്. ഞാൻ വളരെ ക്ഷീണിച്ചു. ബ്രഹ്മനെ കാണിച്ചു തന്നാൽ എൻ്റെ അധ്വാനം ഫലത്തിലാവും. ബാബ പറഞ്ഞു, സുഹൃത്തെ, പരിഭ്രമിക്കണ്ട. ബ്രഹ്മനെ ഉടനെ കാണിച്ചു തരാം. എൻ്റെ ഇടപാടൊക്കെ റൊക്കത്തിനാണ്, കടത്തിനല്ല. അനവധി പേർ വന്ന് എന്നോട് ധനം, ആരോഗ്യം, ശക്തി, സ്ഥാനമാനം, സ്ഥിതി, രോഗം മാറ്റൽ മുതലായ ലൗകിക കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ബ്രഹ്മജ്ഞാനം ചോദിച്ചുകൊണ്ട് ആരും വരലില്ല. ലൗകികങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് ക്ഷാമമില്ലെങ്കിലും ആധ്യാത്മികമായ ആവശ്യക്കാർ വിരളമാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് ബ്രഹ്മജ്ഞാനം ആവശ്യപ്പെട്ടത് ഒരു ശുഭസൂചനയാണ്. അതുകൊണ്ട് ഉടനെ ബ്രഹ്മനെ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ബാബ അയാളുടെ ബ്രഹ്മനെ കാണിക്കാൻ ഒരുക്കമായി. അയാളെ അവിടെ ഇരുത്തി വേറെ എന്തോ പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് പിന്നെ ഒരു കുട്ടിയെ വിളിച്ച്, നന്ദു, മാർവാടിയുടെ അടുക്കൽ പോയി 5 റുപ്പിക കടം വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടി പോയി മാർവാടിയെ കണ്ടില്ലെന്ന് വന്നു പറഞ്ഞു. അപ്പോൾ ബാബ പലചരക്കു കടക്കാരൻ ബാലനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടി പണം കിട്ടാതെ മടങ്ങി വന്നു. ഇത് 3 പ്രാവശ്യം വീണ്ടും ആവർത്തിച്ചു. സായിബാബ ജീവിക്കുന്ന ബ്രഹ്മനാണല്ലോ. അപ്പോൾ ചോദിച്ചേക്കാം, എന്നാൽ എന്തിനാണ് ഇത്ര ചെറിയ കടം കിട്ടാൻ ബാബ മിനക്കെടുന്നതെന്ന്. യഥാർത്ഥത്തിൽ ബാബയ്ക്ക് പണം ആവശ്യമില്ലായിരുന്നു. നന്ദുവും ബാലനും ഇല്ലെന്നറിഞ്ഞുകൊണ്ടാണ് ബാബ കുട്ടിയെ അയക്കുന്നത്. ഇത് ബ്രഹ്മനെ അറിയാൻ വന്നവനെ പരീക്ഷിക്കാൻ ചെയ്തതാണ്. ഈ മാന്യന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. യഥാർത്ഥ ബ്രഹ്മാന്വേഷിയാണെങ്കിൽ ബാബ ഇങ്ങനെ പണത്തിന് കഷ്ടപ്പെടുന്നത് കണ്ടാൽ വെറുതെ ഇരിക്കില്ല. ബാബ വാക്കുമാറില്ലെന്നും പണം മടക്കിത്തരുമെന്നും ചോദിച്ചത് നിസ്സാര സംഖ്യയാണെന്നും അയാൾക്കറിയാം. എന്നിട്ടും പണം കൈവിടാൻ മടി.
അങ്ങനെയുള്ള ഒരുവനാണ് ലോകത്തിൽ വച്ച് ഏറ്റവും വലുത്. ബ്രഹ്മജ്ഞാനം ബാബയോട് ആവശ്യപ്പെടുന്നത്. ബാബയെ സ്നേഹിക്കുന്ന മറ്റേതൊരാളും ഉടനെ പണം കൊടുക്കുമായിരുന്നു. പക്ഷെ ഇയാൾ അത്തരക്കാരനല്ല. ഇയാൾ പണം കൊടുക്കില്ലെന്നല്ല, വെറുതെ ഇരുന്നതുമില്ല. വീട്ടിലേക്ക് മടങ്ങാൻ ധൃതി പിടിച്ച് അയാൾ ബാബയോട്, "ഓ ബാബ, വേഗം ബ്രഹ്മനെ കാണിച്ചു തരൂ" എന്ന് തിരക്കാൻ തുടങ്ങി. ബാബ പറഞ്ഞു, "ഞാൻ ഈ ചെയ്ത നടപടികളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് ബ്രഹ്മനെ കാണിക്കാനാണ്. ചുരുക്കത്തിൽ ഇതാണ് കാര്യം. ബ്രഹ്മനെ കാണാൻ 5 സംഗതികൾ അടിയറ വയ്ക്കണം. 1. 5 പ്രാണങ്ങൾ. 2. പഞ്ചേന്ദ്രിയങ്ങൾ. 3. മനസ്സ്. 4. ബുദ്ധി. 5. അഹംഭാവം. ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വഴി വാൾത്തലപ്പിൽ നടക്കും പോലെ വിഷമം പിടിച്ചതാണ്. പിന്നീട് സായിബാബ അതിനെപ്പറ്റി ഒരു നീണ്ട പ്രഭാഷണം നടത്തി. അതിൻ്റെ ചുരുക്കം ഇവിടെ പ്രതിപാദിക്കാം. ബ്രഹ്മജ്ഞാനത്തിനും ആത്മജ്ഞാനത്തിനുമുള്ള യോഗ്യത. എല്ലാവരും അവരുടെ ജീവിതകാലം കൊണ്ട് ബ്രഹ്മനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ചില യോഗ്യതകൾ അത്യാവശ്യമാണ്. 1. മുമുക്ഷ, അതായത് മോക്ഷത്തിനുള്ള അതികലശലായ ഇച്ഛ. ഞാൻ ബ്രഹ്മനാണെന്നും ബന്ധനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് സ്വതന്ത്രനാവണമെന്നുമുള്ള അതിയായ മോഹം കൊണ്ട് നിരന്തരം പണിയെടുക്കുന്നവൻ ഒന്നാമത്തെ യോഗ്യതയായി. 2. വിരക്തി, ഇഹത്തിലും പരത്തിലുമുള്ളവയിൽ ആഗ്രഹമില്ലാത്ത അവസ്ഥ. ഒരാൾക്ക് സ്ഥാനമാനങ്ങളിലും പ്രവൃത്തിഫലങ്ങളിലും ആശ നശിച്ചാലല്ലാതെ ആധ്യാത്മിക പുരോഗമനം ഉണ്ടാവില്ല. 3. അന്തർമുഖത, തന്നിലേക്ക് തന്നെയുള്ള നോട്ടം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ചായ്വോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ പുറത്തേക്ക് നോക്കലല്ലാതെ തന്നിലേക്ക് തന്നെ നോക്കലില്ല. ആത്മജ്ഞാനി ഉള്ളിലേക്ക് നോക്കി ആത്മനെ കാണണം. 4. പാപനിർമാർജനം, കുടിലപ്രവൃത്തികൾ നിർത്തി സദ്വൃത്തനായി ശാന്ത മനസ്ഥിതിക്കാരനായല്ലാതെ വിവരം കൊണ്ടുപോലും ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നതല്ല. 5. ശരിയായ സ്വഭാവം, സത്യത്തിലും തപസ്സിലും ആത്മജ്ഞാനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചാലേ ദൈവത്തെ അറിയാൻ കഴിയൂ. 6. പ്രേയസിനേക്കാൾ ശ്രേയസിനെ കാക്ഷിക്കുക, ഭോഗ്യങ്ങളെക്കാൾ ദൈവത്തെയും നല്ലതിനെയും ഇഷ്ടപ്പെടുക. 2 തരം സംഗതികളുണ്ട്, നല്ലതും സന്തോഷപ്രദങ്ങളും. ആദ്യത്തേത് ആധ്യാത്മികവും രണ്ടാമത്തേത് ഭൗതികവുമാണ്. രണ്ടും മനുഷ്യനെ സമീപിച്ച് സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അവൻ ആലോചിച്ച് ഒന്നിനെ സ്വീകരിക്കണം. വിവരമുള്ളവൻ നല്ലതും വിവരമില്ലാത്തവൻ അത്യാഗ്രഹത്താൽ സന്തോഷപ്രദവും സ്വീകരിക്കുന്നു. 7. ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രിക്കാൻ. ദേഹം രഥവും ആത്മാവ് നേതാവും ബുദ്ധി തേരാളിയും മനസ്സ് കടിഞ്ഞാണുമാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളും ഇന്ദ്രിയ സുഖങ്ങൾ വഴിയുമാണ്. വിവരമില്ലാത്തവനും മനസ്സിന് നിയന്ത്രണമില്ലാത്തവനും ഇന്ദ്രിയങ്ങൾ പരിഭ്രാന്തരായ കുതിരയെപ്പോലെ തേരാളിയെ അവഗണിച്ചോടി ലക്ഷ്യസ്ഥാനത്തേക്കെത്താതെ വീണ്ടും ജനിച്ചും മരിച്ചും ചുറ്റി നടക്കുന്നു. വിവരമുള്ളവനും മനസ്സ് നിയന്ത്രിച്ചവനുമായാൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിൽ നിന്ന് നല്ല കുതിരയെപ്പോലെ പ്രാപ്യസ്ഥാനമാകുന്ന ആത്മജ്ഞാനത്തിലേക്കെത്തുന്നു. പിന്നെ ജനനമില്ല. ജ്ഞാനമാകുന്ന തേരാളിയോടുകൂടി നിയന്ത്രിതമായ ഇന്ദ്രിയമുള്ളവൻ വിഷ്ണു ലോകത്തിൽ പ്രാപിച്ച് യാത്ര അവസാനിപ്പിക്കുന്നു. 8. മനഃശുദ്ധി. കൃത്യബോധത്തോടെയും നിസ്സംഗനായും
കർമ്മം ചെയ്യുക. അതില്ലെങ്കിൽ മനഃശുദ്ധി കൈവരുന്നതല്ല. മനഃശുദ്ധിയില്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം സാധ്യവുമല്ല. മനഃശുദ്ധി കൊണ്ടേ വിവേകവും വൈരാഗ്യവും സിദ്ധിക്കൂ. എന്നാൽ മാത്രമേ മോക്ഷം കൈവരികയുള്ളൂ. അഹംഭാവം കളഞ്ഞ് ആർത്തി അവസാനിപ്പിച്ച് മനസ്സിനാഗ്രഹമില്ലാതാക്കിയാലല്ലാതെ ആത്മജ്ഞാനം സാധ്യമാകുന്നില്ല. ഞാൻ ദേഹമാണ് എന്ന ബോധം വലിയ ഒരു മിഥ്യയാണ്. ഈ മിഥ്യയിലുള്ള വിശ്വാസമാണ് ബന്ധനത്തിന് കാരണം. അതുകൊണ്ട് ആ ബോധം ഉപേക്ഷിച്ച് അതിലുള്ള ആഗ്രഹം ത്യജിച്ച് ആത്മജ്ഞാനമായ ലക്ഷ്യത്തെ മുൻനിർത്തി പോവുക. 9. ഗുരുവിൻ്റെ ആവശ്യകത. ആത്മജ്ഞാനം നിഗൂഢവും സൂക്ഷ്മവുമായതിനാൽ ഒറ്റയ്ക്കത് കൈവരുത്തുവാൻ സാധ്യമല്ല. അപ്പോൾ ആത്മജ്ഞാനിയായ മറ്റൊരാളുടെ ഉപദേശവും നിർദ്ദേശവും അത്യാവശ്യമാണ്. മറ്റുള്ളവർക്ക് കഠിനാധ്വാനം കൊണ്ടും സാഹസം കൊണ്ടും തരാനാവാത്തത് ഗുരുവിന് എളുപ്പം തരാൻ കഴിയും. കാരണം അദ്ദേഹം ആ വഴിയെ പോയതാകായാൽ കൈപിടിച്ച് കോണിപ്പടികൾ കയറ്റിക്കൊണ്ടു പോവാൻ അദ്ദേഹത്തിന് കഴിയും. 10. അവസാനമായി ദൈവാധീനമോ ദൈവാനുഗ്രഹമോ ആണ് ആവശ്യം. ദൈവം പ്രസാദിച്ചാൽ വിവേകവും വൈരാഗ്യവുമെല്ലാം നൽകി ഭൗതിക ജീവിതത്തിൽ പതറാതെ മുന്നോട്ടു പോവാം. അധ്യാത്മജ്ഞാനം വേദം പഠിച്ചോ ബുദ്ധിശക്തിയാലോ അപാര പാണ്ഡിത്യം കൊണ്ടോ കൈവരുന്നതല്ല. ആത്മൻ അംഗീകരിച്ചവന് അത് സാധ്യപ്പെടുന്നു. അവൻ ആത്മൻ സന്തഭാവം വെളിപ്പെടുത്തുന്നു എന്നാണ് കണ്ഠോപനിഷത്തിൽ പറയുന്നത്. ഈ പ്രഭാഷണത്തിന് ശേഷം ബാബ ധനികനോട് പറഞ്ഞു, സർ, നിങ്ങളുടെ ബ്രഹ്മൻ നിങ്ങളുടെ പോക്കറ്റിൽ 5 കായുടെ 50 ഇരട്ടിയായി 250 കാ കിടപ്പുണ്ട്. അത് പുറത്തെടുക്കൂ. ധനികൻ പുറത്തെടുത്ത് എണ്ണിയപ്പോൾ 10ന്റെ 25 നോട്ടുകളുണ്ട്. ഇത് കണ്ട് അയാൾ വിസ്മയിച്ച് ബാബയുടെ കാൽക്കൽ വീണ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ബ്രഹ്മനെ മടക്കി വച്ചാലും നിങ്ങളുടെ ആർത്തി നശിക്കാതെ യഥാർത്ഥ ബ്രഹ്മനെ കിട്ടാൻ പോകുന്നില്ല. എങ്ങനെയാണ് ധനത്തിലും സന്താനത്തിലും സമൃദ്ധിയിലും മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപേക്ഷിക്കാതെ ബ്രഹ്മജ്ഞാനം നേടാൻ കഴിയുക? പണത്തിനുള്ള ദുരാഗ്രഹം കാപട്യത്തിൻ്റെയും അസൂയയുടെയും രൂപത്തിലുള്ള മുതലകൾ നിറഞ്ഞ ഒരു കയമാണ്. ആശയെ ജയിച്ചവനെ ആ കയം കടക്കാൻ കഴിയൂ. ആശയം ബ്രഹ്മനും ധ്രുവങ്ങളുടെ അന്തരത്തിലാണുള്ളത്. അവ അന്യോന്യം വിരുദ്ധങ്ങളുമാണ്. ആഗ്രഹമുള്ളവന് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ആഗ്രഹിക്ക് നിസ്സംഗത്വവും മുക്തിയും ലഭിക്കും? ആഗ്രഹിക്ക് ശാന്തിയും തൃപ്തിയും സ്ഥൈര്യവുമില്ല. ആഗ്രഹലേശമുണ്ടായാൽ എല്ലാ സാധനയും വിഫലമാണ്. ഒരു പണ്ഡിതന്റെ വിവരം പോലും ഫലേച്ഛ കൊണ്ട് വിഫലമായി ആത്മജ്ഞാനത്തിന് സാധ്യമല്ലാതായി തീരുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ കാക്ഷിക്കുന്നവന് ഗുരുപദേശം പോലും ഗുണം ചെയ്യില്ല. മനഃശുദ്ധി കൈവരുത്താത്ത ഏത് ആധ്യാത്മിക പരിശ്രമവും വെറും നിഷ്പ്രയോജനമായ പ്രദർശനവും ആർഭാടവുമായി പോകുന്നതാണ്. അതുകൊണ്ട് അവനവന് ദഹിക്കുന്നത് കഴിക്കലാണ് ഭേദം. എൻ്റെ ഖജനാവ് പൂർണ്ണവുമാണ്. ആർക്കും എത്രയും കൊടുക്കാനുണ്ട്. പക്ഷെ അത് വാങ്ങുന്നവൻ യോഗ്യനോ എന്ന് നോക്കണം. നീ അതിൽ ശ്രദ്ധിച്ചാൽ നിനക്ക് നല്ലതാണ്. ഈ മസ്ജിദിലിരുന്ന് ഞാൻ ഒരിക്കലും അസത്യം പറയില്ല. ഒരു വിരുന്നുകാരനെ വിളിച്ചാൽ വീട്ടിലുള്ള എല്ലാവരും പരിചാരകരടക്കം വിരുന്നുകാരനോടൊപ്പം സൽക്കരിക്കപ്പെടുന്നു. അതുപോലെ പണക്കാരന് കൊടുത്ത ഈ ആധ്യാത്മിക സദ്യയിൽ മസ്ജിദിലുള്ള
എല്ലാവർക്കും പങ്കുകൊള്ളാൻ കഴിഞ്ഞു. ഒടുവിൽ ആ മാന്യനടക്കം എല്ലാവരും ബാബയുടെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും പോയി. ബാബയുടെ പ്രത്യേകതകൾ: പല ഋഷിമാരും വീട് വിട്ട് കാട് കയറി ആശ്രമത്തിലും ഗുഹയിലുമിരുന്ന് ഏകാന്തത അനുഭവിക്കുന്നവരാണ്. അവരവരുടെ മോക്ഷത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ആത്മചിന്തയിൽ മുഴുകിയിരിക്കും. സായിബാബ അത്തരത്തിലായിരുന്നില്ല. ബാബയ്ക്ക് വീടോ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ ഇല്ല. എന്നിട്ടും ബാബ സമുദായ മധ്യത്തിൽ താമസിച്ച് ഭക്ഷണം 4 or 5 വീടുകളിൽ നിന്ന് യാചിച്ചു വാങ്ങി വേപ്പുമരച്ചോട്ടിലിരുന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിച്ചു. അവരെ സന്മാർഗത്തിലേക്കുള്ള വഴികൾ പഠിപ്പിച്ചു. ദൈവം പ്രത്യക്ഷീഭൂതരായ സാധുക്കൾ മറ്റുള്ളവരെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ അപൂർവമാണ്. സായിബാബ അതിൽ മുൻപനായിരുന്നു. അതുകൊണ്ട് ഹേമന്ത് പാന്ത് പറയുകയാണ്, ഈ രത്നം സായിബാബ ജനിച്ച രാജ്യം അനുഗ്രഹീതമാണ്, കുടുംബം അനുഗ്രഹീതമാണ്, മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.